വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഈ വചനാഗ്നി ശുശ്രൂഷയിലൂടെ ഈശോയുടെ സ്വരം ശ്രവിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. കഷ്ടതയിലൂടെ കൈ പിടിച്ച് നടത്തുന്ന ദൈവത്തിൻ്റെ പദ്ധതിയെ നമുക്ക് ധ്യാനിക്കാം. കഷ്ടതയിലൂടെ സഹനങ്ങളിലൂടെ കരം പിടിച്ച് നടത്തുന്ന ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് നമ്മളെല്ലാവരും പലപ്പോഴും പരാതി പറയുന്നൊരു മേഖലയാണ്, എൻ്റെ കഷ്ടതയിലും എൻ്റെ സഹനത്തിലും ദൈവം എന്നെ ഉപേക്ഷിച്ചുവെന്ന്. എന്നാൽ ഈ കഷ്ടതയിൽ കരം പിടിക്കുന്ന ദൈവത്തിൻ്റെ വലിയൊരു കൃപയുടെ ഒരു അഭിഷേകമുണ്ട്. ഈ വചന ശുശ്രൂഷ ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ വലിയ സഹനത്തിൻ്റെയും ഞെരുക്കത്തിൻ്റെയും അസ്വസ്ഥതയുടെയും മധ്യത്തിലായിരിക്കും ഈ വചനം കേൾക്കുന്നത്. പക്ഷേ ഈ വചനം നിനക്ക് വലിയൊരു ആത്മശക്തി ലഭിക്കട്ടെ. നിൻ്റെ കൂടെ ദൈവമുണ്ടെന്നുള്ളൊരു ബോധ്യം നിനക്ക് തരട്ടെ. നിൻ്റെ വിഷമങ്ങൾ അറിയുന്ന ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ശക്തി നിനക്ക് ലഭിക്കട്ടെ. നിൻ്റെ വിഷമങ്ങളും നിൻ്റെ സങ്കടങ്ങളും ഒക്കെ അനുഭവിക്കുന്ന, അറിയുന്ന, നിന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആ ബോധ്യം നിൻ്റെ ഉള്ളിലേക്ക് നിറയട്ടെ. അതുവഴിയായിട്ട് വലിയൊരു ആശ്വാസം നിനക്കുണ്ടാകട്ടെ. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 107-ാമത്തെ അധ്യായം, 107-ാമത്തെ സങ്കീർത്തനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 4 പ്രാവശ്യം ആവർത്തിക്കുന്ന ഒരു വചനഭാഗമുണ്ട്. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് പ്രാർത്ഥിച്ചു, അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് പ്രാർത്ഥിച്ചു, അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. കഷ്ടതയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നീ കടന്നു പോകുന്ന അതേ ഞെരുക്കങ്ങളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന് ദൈവം നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് നീ ഉറച്ചു വിശ്വസിച്ചു. ഞങ്ങളുടെ കഷ്ടതയിൽ നീ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുക. സഹനങ്ങളിൽ വളരെ തീക്ഷ്ണതയോട് പ്രാർത്ഥിക്കുക. വേദനകളിൽ പ്രത്യാശയോടുകൂടി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. രാവും പകലും വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ കാണിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. രാവും പകലും നെടുവീർപ്പെടുന്നവരോട് ദയ തോന്നുന്നവനാണ് നമ്മുടെ ദൈവം. അപ്പം അതുകൊണ്ട് നിനക്ക് വേദനകളും നിന്റെ സങ്കടങ്ങളിലും ഒക്കെ പ്രത്യാശയോടുകൂടി ദൈവത്തിൻ്റെ കര ചേർത്ത് പിടിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 31-ാമത്തെ അധ്യായം 38 മുതലുള്ള വചനങ്ങളിൽ ഇപ്രകാരമുണ്ട്. യാക്കോബിൻ്റെ സഹനങ്ങളെ യാക്കോബ് ഈ ദൈവം കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വെളിപ്പെടുത്തുന്നുണ്ട്. പഴയ നിയമത്തിൽ യാക്കോബ്, ലാബാൻ യാക്കോബിനെ പിന്തുടർന്ന് യാക്കോബിൻ്റെ അടുത്തെത്തുമ്പോൾ ഈ യാക്കോബ് ലാബാനോട് പറയുന്നുണ്ട്, 20 കൊല്ലം ഞാൻ അങ്ങയുടെ കൂടെയായിരുന്നു. അങ്ങയുടെ ചെമ്മരിയാടുകൾക്കും കോലാടുകൾക്കും ഗർഭഛിത്രം സംഭവിച്ചിട്ടില്ല. അങ്ങയുടെ മുട്ടാടുകളെ ഞാൻ കൊന്നു തിന്നിട്ടില്ല. കാട്ടുമൃഗങ്ങൾ കടിച്ചു കീറിയവയെ ഞാൻ അടുത്ത് കൊണ്ടുവന്നിട്ടില്ല. ആ നഷ്ടം ഞാൻ തന്നെ സഹിച്ചു. രാത്രിയിലോ പകലോ കളവ് പോയവയ്ക്കും അങ്ങനെ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കി. ഇതായിരുന്നു എൻ്റെ സ്ഥിതി. പകൽ ചൂടും രാത്രി തണുപ്പും എന്നെ കാർന്നു തിന്നു. ഉറക്കം എൻ്റെ കണ്ണുകളിൽ നിന്ന് ഓടിയകന്നു. 20 വർഷത്തെ സഹന ജീവിതം യാക്കോബ് വ്യക്തമായിട്ട് പറയാണ്. പകല് ചൂടും രാത്രിയിൽ തണുപ്പും എന്നെ കാർന്നു തിന്നു. എല്ലാ ദിവസത്തെയും അല്ലെങ്കിൽ ഓരോ നാളുകളിലെയും അവസ്ഥയാണ്. അതായത് വീണ്ടും പറയാണ്, ഉറക്കം എൻ്റെ കണ്ണുകളിൽ നിന്ന് ഓടിയകന്നു. 20 വർഷത്തോളം വളരെയധികം കഷ്ടതയുടെ അനുഭവമായിരുന്നു. ഈ ലാബാൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ 7 വർഷത്തോളം ആദ്യം റാഹേലിന് വേണ്ടി ഈ അടിമപ്പണി ചെയ്തു. റാഹേലിനെ കൊടുക്കാതെ ലയായെ കൊടുത്തു കഴിയുമ്പോൾ വീണ്ടും 7 വർഷത്തോളം അടിമപ്പണി ചെയ്യുന്നു. അങ്ങനെ ഒരു 20 വർഷത്തോളം ഒരു അടിമയെപ്പോലെ ഒരു സന്തോഷം എന്തെന്ന് അനുഭവിക്കാതെ അധ്വാനിച്ചു, സന്തോഷം എന്തെന്ന് അനുഭവിക്കാതെ ജീവിച്ചു. അങ്ങനെയുള്ള ആ ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ് ഒരിക്കലും ഉറങ്ങാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു സന്തോഷം അനുഭവിക്കാൻ പറ്റത്തില്ല. എല്ലാത്തിനും കണക്ക് ചോദിക്കുമായിരുന്നു. എന്തെങ്കിലും ഒരു നഷ്ടം വന്നാൽ ഈ യാക്കോബിൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കുമായിരുന്നു. അങ്ങനെ എല്ലാ നഷ്ടങ്ങളും എല്ലാ തിരസ്കരണങ്ങളും എല്ലാ വേദനകളും അനുഭവിച്ച് ജീവിച്ച വ്യക്തിയാണ് യാക്കോബ്. പക്ഷേ ഈ യാക്കോബ് തന്നെ പറയുന്നുണ്ട്, 20 കൊല്ലം ഞാൻ അങ്ങയുടെ വീട്ടിലായിരുന്നു. 14 കൊല്ലം അങ്ങയുടെ 2 പെൺമക്കൾക്ക് വേണ്ടിയും 6 കൊല്ലം ആടുമാടുകൾക്ക് വേണ്ടി. 6 വർഷത്തോളം സ്വന്തമായിട്ട് ആടുകളെ ലഭിക്കുന്നതിന് വേണ്ടി 6 വർഷത്തോളം കഠിനാധ്വാനം ചെയ്തു. അങ്ങൻ്റെ കൂലിയിൽ പലതവണ മാറ്റം വരുത്തി.
അടുത്ത വചനമാണ്, എൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ഭയവുമായവൻ എൻ്റെ ഭാഗത്തില്ലായിരുന്നുവെങ്കിൽ അങ്ങനെ വെറും കൈയോടെ പറഞ്ഞയക്കുമായിരുന്നു. വളരെ ബോധ്യം നൽകുന്നൊരു വചനഭാഗമാണ്. ഈ കഷ്ടതയുടെ നാളുകളിലും ഈ തിരസ്കരണങ്ങളുടെ നാളുകളിലുമൊക്കെ യാക്കോബിന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. എൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ഭയവുമായവൻ എൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും പറയാണ്, എൻ്റെ കഷ്ടപ്പാടും ദേഹാധ്വാനവും ദൈവം കണ്ടു. അപ്പോൾ ഇത്രയും നാളത്തെ യാതനകൾ, 20 വർഷത്തെ കഷ്ടപ്പാടുകൾ ദൈവം കണ്ടു എന്ന് വ്യക്തമായിട്ട് യാക്കോബ് പറയുകയാണ്. അപ്പോൾ യാക്കോബിന് 20 വർഷത്തോളം കഷ്ടപ്പെടാനായിട്ട് ശക്തി കിട്ടിയത് എവിടെയാണ്? യാക്കോബിന് ഈ 20 വർഷത്തോളം ജോലി ചെയ്യാനായിട്ട്, കഠിനാധ്വാനം ചെയ്യാനായിട്ട്, പിടിച്ചു നിൽക്കുവാനായിട്ട്, പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാനുള്ള ശക്തി ലഭിച്ചത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നവരാണ്, കഠിനാധ്വാനം ചെയ്യുന്നവരാണ്, വളരെയധികം തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ഓരോ ദിവസവും നമ്മൾ നേരിടുന്ന വേദനകളുടെയും അസ്വസ്ഥതകളുടെയും എണ്ണം അത്രമാത്രം വലുതായിരിക്കും. പക്ഷെ എത്ര പേർക്ക് കുറച്ച് ബോധ്യമുണ്ട്, നമ്മുടെ കഷ്ടതകളിലും നമ്മുടെ സഹനങ്ങളിലും നമ്മുടെ തിരസ്കരണങ്ങളിലും ദൈവം കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം. ആ ഒരു ബോധ്യമാണ് ഈ കഷ്ടതകളിലും സഹനങ്ങളിലും ഒരു വ്യക്തിയെ പിടിച്ചു നിൽക്കുവാനായിട്ട് ശക്തി തരുന്നത്. എൻ്റെ കഷ്ടതകളും, അതുകൊണ്ടാണ് ഈ വചനം തന്നെ, അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് പ്രാർത്ഥിച്ചു. കഷ്ടതകളുടെയും അലച്ചിലിൻ്റെയും ചില കഷ്ടപ്പാടുകളുടെയും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഒരുപക്ഷെ കഴിഞ്ഞ കാലത്തെ ജീവിതം പരിശോധിക്കുമ്പോൾ മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും സാമ്പത്തിക മേഖലയ്ക്ക് വേണ്ടി അധ്വാനിച്ച് വേർപ്പൊഴുക്കിയതിൻ്റെ നാളുകളിലെ ഓർമ്മകൾ ഒരുപക്ഷെ ഒരു കൈപ്പേറി വിഷം പോലെയാണ്. അങ്ങനെ ഒത്തിരി വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളിലെ നമ്മുടെ കഷ്ടപ്പാടുകൾ ഓർത്ത് കഴിയുമ്പോൾ, കഴിഞ്ഞ നാളുകളിലെ നമ്മുടെ വേദനകളും അധ്വാനങ്ങളൊക്കെ ഒന്ന് ഓർത്ത് കഴിയുമ്പോൾ ഒരുപക്ഷെ ആ ഓർമ്മ തന്നെ നമുക്കറിയാം, ഒരു നല്ല കാലത്തോളം നമ്മൾ അധ്വാനിച്ച് ജീവിച്ചവരാണ്, നല്ല കാലത്തോളം കുടുംബത്തിനും മക്കൾക്കും വേണ്ടി അധ്വാനിച്ചവരാണ്. ഇന്ന് പല മക്കളുടെയും വളർച്ചയുടെ പിന്നിൽ ഈ മാതാപിതാക്കന്മാരുടെ അധ്വാനത്തിന് വലിയൊരു വിലയുണ്ട്. പല മാതാപിതാക്കന്മാരും ഇന്ന് മക്കളെ വളർത്തുമ്പോൾ തന്നെ അവരുടെ ഒരു ചിന്തയുണ്ട്, ഞാൻ കഷ്ടപ്പെട്ടതുപോലെ, ഞാൻ ഒത്തിരി അധികം അധ്വാനിച്ചതുപോലെ, ഞാൻ ഇത്രമാത്രം വേദനയിലൂടെ കടന്നു പോയതുപോലെ എൻ്റെ മകനും എൻ്റെ മകളും ഈ വേദനയിലൂടെ കടന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് അവരേതെങ്കിലും നല്ല നിലയിലേക്ക് എത്തണം. അതിൻ്റെ കാരണം ആ കഷ്ടതയുടെയും സഹനത്തിൻ്റെയും ഒരു നല്ല കാലത്തോളം അവർക്ക് ജീവിതത്തിലുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കഷ്ടതകളുടെയും സഹനങ്ങളുടെയും മധ്യത്തിൽ നമ്മളെ നയിക്കേണ്ടത് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യമായിരിക്കണം. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത്, സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 118 അധ്യായം 5-ാമത്തെ തിരുവചനം, ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടെ തന്നെ അകൃത്യങ്ങൾ മോചിപ്പിച്ചു. ദുരിതങ്ങൾ ഉണ്ടാകും, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആ കഷ്ടതകളുടെയും സഹനങ്ങളുടെയും വേദനകൾ അത്രമാത്രം വലുതാണ്. അതുകൊണ്ട് വചനത്തിൽ പറയുന്നത് 2 തിമോത്തിയോസിന്റെ ലേഖനം 3-ാം അധ്യായം 12-ാമത്തെ തിരുവചനം, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. കർത്താവിൽ ഐക്യപ്പെട്ട് ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ കഷ്ടതകളും സഹനങ്ങളും നമ്മുടെ കൂടപ്പിറപ്പാണെന്നുള്ള കാര്യം ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടത്, നമ്മുടെ സഹനങ്ങളിലും നമ്മുടെ വേദനകളിലും നമ്മുടെ തിരസ്കരണങ്ങളിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യമാണ് സഹനങ്ങളെ നേരിടുവാനും സഹനങ്ങളെ സ്വീകരിക്കുവാനും സഹനങ്ങളിൽ പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകുവാനുള്ള ഏറ്റവും വലിയ ശക്തി. സഹനങ്ങളിൽ ദൈവം കൂടെയുണ്ട്, വേദനകളിൽ ദൈവം നമ്മുടെ കൂടെയുണ്ട്. യാക്കോബിൻ്റെ ഏറ്റവും വലിയ ശക്തി ഇതാണ് ബൈബിളിൽ പറയുന്ന വചനം, എൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ഭയവുമായവൻ എൻ്റെ ഭാഗത്തില്ലായിരുന്നുവെങ്കിൽ അങ്ങനെ വെറും കൈയോടെ പറഞ്ഞു വിടുമായിരുന്നു. എൻ്റെ കഷ്ടപ്പാടും ദേഹാധ്വാനവും ദൈവം കണ്ടു, അതുകൊണ്ടാണ് കഴിഞ്ഞ രാത്രിയിൽ അവിടുന്ന് അങ്ങേ ശകാരിച്ചത്. എൻ്റെ കഷ്ടപ്പാടും ദേഹാധ്വാനവും ദൈവം കണ്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കടന്നു പോകുന്ന കഷ്ടപ്പാടുകൾ കാണുന്ന ദൈവത്തെ പൂർണ്ണമായിട്ട് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില സന്ദർഭങ്ങളിൽ ഈ ദൈവം കൂടെ ഉണ്ടോ എന്ന് സംശയത്തക്ക വിധത്തിലുള്ള വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ മനുഷ്യജീവിതത്തിലുണ്ടാകും. ചിന്തിച്ചു നോക്കണം. അതായത് ഈ ഉൽപ്പത്തിയുടെ പുസ്തകം 39-ാമത്തെ അധ്യായത്തിൽ ജോസഫിനെ കുറിച്ച് പറയുന്നുണ്ട്. ജോസഫ് പൊത്തിഫറിന്റെ വീട്ടിൽ താമസിക്കുമ്പോൾ
പൊത്തിഫറിന്റെ വീട്ടിൽ വിശുദ്ധനായിട്ട് ജീവിക്കുമ്പോൾ വലിയൊരു പ്രലോഭനം ഈ ജോസഫ് നേരിടുന്നുണ്ട്. ജോസഫ് ഈ പൊത്തിഫറിന്റെ ഭാര്യയിൽ നിന്ന് പ്രലോഭനം ഉണ്ടായി, പാപം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. വിശുദ്ധി പാലിക്കാൻ വേണ്ടി ജോസഫ് തീരുമാനമെടുത്തപ്പോൾ ജോസഫിന് ലഭിക്കുന്നത് എന്താണ്? വിശുദ്ധി പാലിക്കാൻ വേണ്ടി ജോസഫ് ഈ സ്ത്രീയിൽ നിന്ന് രക്ഷപ്പെടാൻ പരിശ്രമിക്കുമ്പോൾ ജോസഫിന് കിട്ടുന്ന പ്രതിഫലം കാരാഗ്രഹമാണ്. അപ്പോൾ ഒരു നിഷ്കളങ്കനായിട്ട് വിശുദ്ധനായിട്ട് ജീവിച്ചതിന്റെ പ്രതിഫലമല്ലേ ഈ കാരാഗ്രഹം എന്ന് ചിന്തിച്ചേക്കാം. വീണ്ടും അതിന് മുമ്പിലേക്ക് പോകുമ്പോൾ ജോസഫ് സ്വപ്നം കാണുന്നവനായിരുന്നു. ഈ നിഷ്കളങ്കതയുള്ളത് കൊണ്ട്, നൈർമല്യമുള്ളത് കൊണ്ട് ജോസഫ് തൻ്റെ സ്വപ്നം സഹോദരന്മാരോടും അപ്പനോടും ഒക്കെ പറഞ്ഞു. അതിൻ്റെ ഫലം എന്താണ്? താനൊരു സ്വപ്നം കണ്ടു, മറ്റുള്ളവരെല്ലാം എൻ്റെ മുമ്പിൽ കുമ്പിടുന്നത് പോലെ ഉള്ള ഒരു സ്വപ്നം കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ പരിണിത ഫലം എന്താണ്? സഹോദരന്മാരെല്ലാം ഇവനെ കൊല്ലാനായിട്ട് തീരുമാനമെടുക്കുന്നു. ആ സ്വപ്നം നിഷ്കളങ്കതയോടുകൂടി സഹോദരന്മാരോടും അല്ലെങ്കിൽ അപ്പനോടും പറഞ്ഞതിൻ്റെ പ്രതിഫലം എന്താണ്? ജോസഫിനെ കൊല്ലാനായിട്ട് പരിശ്രമിക്കുന്നു. പൊട്ടക്കിണറ്റിൽ എറിയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. ഇനി കാരാഗ്രഹത്തിൽ വെച്ചോ? കാരാഗ്രഹത്തിൽ വെച്ച് ഈ സ്വപ്ന വ്യാഖ്യാനം നടത്തുമ്പോഴും അവിടെയും അത് മറന്നു പോവാണ്. അതായത് ഈ സ്വപ്ന വ്യാഖ്യാനം ശുഭകരമായി കഴിയുമ്പോൾ ആ ഭൃത്യം മറന്നുപോയി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇത്രയും തിക്താനുഭവങ്ങളിലൂടെ ജോസഫ് കടന്നുപോയി. അപ്പൊ ഇത്രമാത്രം കഷ്ടപ്പാടുകൾ, ഈജിപ്തിലെ കഷ്ടപ്പാടുകളെ കുറിച്ച് തന്നെ ജോസഫ് പറയുന്നുണ്ട്. ഈജിപ്തിലെ കാരാഗ്രഹം, ഈജിപ്തിലെ കഷ്ടപ്പാടുകളെ കുറിച്ച്, ഈജിപ്തിൽ ജോസഫ് സഹിച്ച പീഡകളുടെ ഒരു കാലഘട്ടമുണ്ട്. ജോസഫ് സഹിച്ച അവഗണനയുടെ ഒരു കാലഘട്ടമുണ്ട്. ജോസഫ് സഹിച്ച നിന്ദാപമാനങ്ങളുടെ ഒരു കാലഘട്ടമുണ്ട്. ഈ സ്നേഹിച്ച് വിശ്വസ്തയോടുകൂടി നിന്നവർ വഞ്ചിച്ചപ്പോൾ, അല്ലെങ്കിൽ വളരെ നിഷ്കളങ്കതയോടുകൂടി സംസാരിച്ചപ്പോൾ, എല്ലാ കാര്യങ്ങളും ദൈവിക കാര്യങ്ങൾ വെളിപ്പെടുത്തി കെട്ടിയപ്പോൾ ലഭിച്ച പ്രതിഫലം എന്ന് പറയുന്നത് തിക്താനുഭവങ്ങളാണ്. പക്ഷേ ജോസഫിന് ഒരു കാര്യം ഉറപ്പാണ്, ജോസഫിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. ബൈബിളിൽ ഇങ്ങനെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ജോസഫിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ ഇപ്രകാരം തന്നെ ഇതേ അനുഭവങ്ങൾ നമ്മൾ കടന്നു പോകേണ്ടി വരും. നിഷ്കളങ്കമായിട്ട് സത്യസന്ധമായിട്ട് ജീവിച്ചതിന് ഈ കഷ്ടാനുഭവങ്ങൾ മാത്രം പ്രതിഫലമായിട്ട് ലഭിക്കും. സത്യസന്ധതയോടുകൂടി ജോലി ചെയ്തു കഴിയുമ്പോൾ തിക്താനുഭവങ്ങൾ ഉണ്ടാവുക, പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ കടത്തിവിടുക, ദാരിദ്ര്യം ഉണ്ടാവുക, അസ്വസ്ഥതകൾ ഉണ്ടാവുക, തിരസ്കരണങ്ങൾ ഉണ്ടാവുക, സംശയങ്ങൾ ഉണ്ടാവുക. ഇത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. പലരും പറയാറില്ലേ, സത്യസന്ധമായിട്ട് ജീവിച്ചതിന് പലപ്പോഴും തന്നെ ഈ കുറ്റപ്പെടുത്തുന്ന മനോഭാവം. മക്കൾ പോലും തന്നെ വളരെയധികം മക്കൾക്ക് വേണ്ടി ജീവിച്ചിട്ട് മക്കൾക്ക് വേണ്ട, അപ്പനും അമ്മയും വേണ്ട എന്ന് പറയുന്നത് വേദനിപ്പിക്കുന്ന അനുഭവം തന്നെ. കഠിനാധ്വാനം ചെയ്തിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥ ഓർത്ത് കഴിയുമ്പോൾ, പരിശോധിച്ച് കഴിയുമ്പോൾ നമ്മുടെ കഴിഞ്ഞ നാളുകളിലെ വേദനകളും അധ്വാനങ്ങളും ഒക്കെ നമ്മളെ ഒരുപക്ഷെ അലോസരപ്പെടുത്തിയേക്കാം, അല്ലെങ്കിൽ അസ്വസ്ഥപ്പെടുത്തിയേക്കാം. വചനം പറയുന്നത് ഇതാണ്, ഈ കഷ്ടപ്പാടിൻ്റെയും സഹനത്തിൻ്റെയും കൂടെ നിന്റെ കൂടത്ത് നിൽക്കുന്നവനാ ദൈവം. നിന്റെ സഹനങ്ങളിൽ നിന്നെ ചേർത്ത് പിടിക്കുന്നവനാ ദൈവം. എല്ലാവർക്കും വേണമെങ്കിൽ നിന്നെ തള്ളിപ്പറയാനായിട്ട് കഴിയും, എല്ലാവർക്കും നിന്നെ ഉപേക്ഷിക്കാനായിട്ട് കഴിയും, എല്ലാവർക്കും നിന്നെ വിധിക്കാനായിട്ട് കഴിയും. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പറയുന്നത് ദൈവം നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. എബ്രായ ലേഖനം 13:5, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ കടന്നു പോകുന്ന വഴികളിലും നീ അനുഭവിക്കുന്ന വേദനകളിലും നിന്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും നിന്നെ കൈവിട്ടു പോകുന്ന ഒരു ദൈവമല്ല ഈശോ മിശിഹ. നിന്റെ ജീവിതത്തിൽ നിന്നെ ഒറ്റപ്പെടുത്തുന്ന അനേകം പേരുണ്ടായിരിക്കാം, നിന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത അനേകം പേരുണ്ടായിരിക്കാം, നിന്റെ അവസ്ഥ അറിയാത്ത അനേകം പേരുണ്ടായിരിക്കാം. അങ്ങനെ അവരെ നോക്കി നീ ഒരു വിഷമിക്കും. എന്തുകൊണ്ട് ഈ വ്യക്തി എന്നെ മനസ്സിലാക്കുന്നില്ല? ഈ വ്യക്തി എന്തുകൊണ്ട് എൻ്റെ ജീവിത പങ്കാളി എൻ്റെ കൂടെ നിൽക്കുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ മക്കൾ എന്നെ സ്നേഹിക്കുന്നില്ല? എന്തുകൊണ്ട് മറ്റുള്ളവർ എന്നെ മനസ്സിലാക്കുന്നില്ല? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യർക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലായിരിക്കാം, പക്ഷേ മനുഷ്യരെ പോലെയല്ല ദൈവം. നിന്റെ ദൈവം നിന്റെ രഹസ്യ ജീവിതം അറിയുന്നവനാണ്. നിന്റെ ദൈവം നിന്റെ വേദനകൾ അറിയുന്നവനാണ്. നിന്റെ ദൈവം നിന്റെ സങ്കടങ്ങൾ അറിയുന്നവനാണ്. ആ ദൈവത്തിന് നിന്നെ തള്ളിക്കളയാനാവില്ല. ആ ദൈവത്തിന് നിന്നെ ഉപേക്ഷിച്ചു പോകാനാവില്ല. ആ ദൈവത്തിന് ജീവിതത്തിൽ നിന്നെ സ്നേഹിക്കാതിരിക്കാനാവില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ പോകുന്ന കഷ്ടതകളിലൂടെ, നീ കടന്നു പോകുന്ന സഹനങ്ങളിലൂടെ കൂടെ നടക്കുന്ന ദൈവമുണ്ട്. ആ ഒരു ബോധ്യം നിനക്കുണ്ടാകണം.
അതാണ് ചില തിക്താനുഭവങ്ങളുണ്ട്. മോശ ഓരോ പ്രാവശ്യവും ഫറവോയുടെ അടുക്കൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഫറവോ വളരെയധികം ശകാരിച്ചുകൊണ്ടും വളരെ പ്രതികൂലമായിട്ടുള്ള മറുപടി ലഭിച്ചുകൊണ്ട്, അത്ര സുഖകരമായിട്ടുള്ള മറുപടി അല്ല ഫറവോയിൽ നിന്ന് ലഭിക്കുന്നത്. പക്ഷേ മോശയ്ക്ക് വ്യക്തമായിട്ടുള്ള ദൈവാനുഭവം എന്ന് പറയുന്നത് മോശയുടെ കൂടെ ദൈവമുണ്ട്. അങ്ങനെ ഓരോ പ്രാവശ്യം മോശയെ അവഗണിക്കുമ്പോൾ, അല്ലെങ്കിൽ ഫറവോ തിരസ്കരിക്കുമ്പോൾ, കളിയാക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ ഒരു പ്രത്യേകത, മോശയ്ക്ക് ആ തിക്താനുഭവങ്ങളും തിരസ്കരണങ്ങളും ഉണ്ടെങ്കിൽ പോലും മോശയുടെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. നീ വീണ്ടും ചെല്ല്, നീ വീണ്ടും ഫറവോയുടെ അടുക്കിലേക്ക് പോകുക. ഈ ജനത്തിൻ്റെ ഇടയിൽ നിന്നും വളരെ സങ്കടകരമായ വേദനകളും അനുഭവങ്ങളും എല്ലാവരും മോശയ്ക്കെതിരായും ദൈവത്തിനെതിരായി പിറുപിറുക്കുമ്പോഴും മോശ അജയ്യനായിട്ട് പിടിച്ചു നിൽക്കുന്നത് മോശയുടെ കൂടെ ദൈവം ഉണ്ടെന്നുള്ളൊരു ബോധ്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യം ജീവിതത്തിൽ ഏത് സഹനങ്ങളെയും സ്വീകരിക്കുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും. മരിച്ച ലാസറിൻ്റെ അടുക്കിലേക്ക് ഈശോ വരുമ്പോൾ, ഈശോ കരയുമ്പോൾ ബൈബിൾ പറയുന്നൊരു വചനം യോഹന്നാൻ 11:25, അന്ധൻ്റെ കണ്ണു തുറന്ന ഈ മനുഷ്യന് ഇവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ എന്ന് ഒരു മനുഷ്യൻ ചോദിക്കുന്നുണ്ട്. അന്ധൻ്റെ കണ്ണു തുറന്ന ഈ മനുഷ്യന് ലാസറിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുമായിരുന്നില്ലേ? അതൊരു ചോദ്യം തന്നെയാണ്. ആ ഒരു ചോദ്യത്തിൻ്റെ മുമ്പിൽ ഒരുപക്ഷെ ബാക്കിയുള്ളവർ ഉത്തരം മുട്ടിയേക്കാം. പക്ഷേ ദൈവം ലാസറിന് വേണ്ടി ചെയ്യാനിരിക്കുന്നത് എന്താണെന്ന് അവർക്ക് ആർക്കും അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു സംസാരം തന്നെ. ദൈവം ഒരു മനുഷ്യന് വേണ്ടി ചെയ്യാനിരിക്കുന്നത് എന്താണെന്ന് അറിയാൻ പാടില്ലാതെ വരുമ്പോൾ നമ്മൾ ദൈവത്തെ സംശയിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നിനക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു അനുഗ്രഹമുണ്ട്. ദൈവം നിനക്ക് വേണ്ടി സഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം മാറ്റിവെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളുണ്ട്. സഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന അഭിഷേകമുണ്ട്. സഹിക്കുന്ന ഒരു വ്യക്തിക്ക്, അധ്വാനിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം മാറ്റിവെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ദൈവാനുഗ്രഹമുണ്ട്. അത് ഒരിക്കലും മനുഷ്യന് വിവേചിച്ചറിയാൻ പറ്റില്ല, മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റില്ല. ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം മാറ്റിവെച്ചിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ആഴം പൂർണ്ണമായിട്ട് തിരിച്ചറിയാൻ പറ്റിയല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഈ അധ്വാനത്തിനും ഈ കഷ്ടപ്പാടിനും ഒക്കെ വിലയുണ്ടാകുന്നത്. ലാസറിൻ്റെ കഷ്ടപ്പാടിനോ ലാസറിൻ്റെ ജീവിതത്തിലെ തിരസ്കരണത്തിനോ ഒരുപക്ഷെ മനുഷ്യന് മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ പറ്റില്ല. ഈ മരണത്തിനപ്പുറമുള്ള ലാസറിൻ്റെ ജീവിതം കാണുമ്പോഴാണ് ദൈവം ഒരു ലാസറിന് വേണ്ടി ഒരുക്കിയ അനുഗ്രഹം എത്രമാത്രം വലുതായിരുന്നുവെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ കഷ്ടതയിലൂടെയും തിരസ്കരണങ്ങളിലൂടെയും എല്ലാവിധ അവഗണനയിലൂടെ കടന്നു പോകുമ്പോൾ നിൻ്റെ മനസ്സിലൊരു ചോദ്യം ഉണ്ടായേക്കാം, എന്തുകൊണ്ട് ദൈവം എന്നെ അവഗണിച്ചു? ദൈവം നിന്നെ അവഗണിക്കുന്നത് ഈ ഭൂമിയിൽ മനുഷ്യർക്ക് വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം അനുഗ്രഹം നിനക്ക് നൽകാൻ വേണ്ടിയാണ്. ഒരുപക്ഷെ ദൈവം നിന്നെ ഒറ്റപ്പെടുത്തലിലൂടെ, തിരസ്കരണങ്ങളിലൂടെയും പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടത്തിവിടുന്നത് ഈ ഭൂമിയിൽ മനുഷ്യന് നൽകാവുന്നതിനേക്കാൾ അധികം നിനക്ക് ദൈവം നൽകാനായിട്ട് കഴിയുമെന്നുള്ള ബോധ്യം നൽകാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ബോധ്യമാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. ദൈവത്തിന് എനിക്ക് വേണ്ടി നൽകാനായിട്ട് ഒത്തിരി വലിയൊരു കാര്യം ഒരുക്കി വെച്ചിട്ടുണ്ട് ദൈവം. അതുകൊണ്ട് ഈ കഷ്ടതകൾ അനുവദിക്കുന്നത്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം കഷ്ടതകൾ അനുവദിക്കുന്നത്, ഒന്നാമതായിട്ട് ഈ കഷ്ടതകൾക്കപ്പുറം ഒരു ദൈവിക പദ്ധതി ഉണ്ട് എന്ന് മനുഷ്യരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. എല്ലാവരും വിചാരിക്കുന്നത് ഈ കഷ്ടതയോടുകൂടി നമ്മളെല്ലാം അവസാനിക്കും, കഷ്ടതയോടുകൂടി തീർന്നു പോകും, കഷ്ടതയോടുകൂടി നമ്മുടെ ജീവിതം അവസാനിക്കും. ഈ കഷ്ടതകൾക്കപ്പുറം ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട് എന്ന് വ്യക്തമായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഈ ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ ഊമനായി തീർന്ന സക്കറിയ ഊമനായി തീർന്നപ്പോൾ മാനുഷികമായിട്ട് മനുഷ്യന് ചിന്തിച്ചേക്കാം അത് ദൈവത്തിൻ്റെ ശാപമാണ്, അല്ലേ? ദൈവം ആ സക്കറിയായോട് കാണിച്ചിരിക്കുന്നത് ദൈവം അവനെ ശിക്ഷിച്ച് അല്ലെങ്കിൽ ശപിച്ചതിൻ്റെ അടയാളമാണ്. ഈ ഒരു അവൻ ഊമനായിട്ട് കുറേ കാലത്തോളം ജീവിക്കുമ്പോൾ, യോഹന്നാൻ ജനിച്ച് യോഹന്നാന് പേരിടുന്നോളം വരെ ഊമനായിട്ട് ജീവിച്ചത് അതൊരു ശാപത്തിൻ്റെ അടയാളമല്ല, അത് വലിയൊരു അനുഗ്രഹം ലോകം മുഴുവൻ വെളിപ്പെട്ട് കിട്ടുന്നതിൻ്റെ അടയാളമാണ്. വാ തുറന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ചാണ്. യോഹന്നാൻ എന്ന് പലകയിൽ എഴുതി കഴിയുമ്പോൾ കാണുന്നത് അവൻ്റെ വാ തുറക്കപ്പെടുകയാണ്. പിന്നീട് അവൻ സംസാരിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? ദൈവത്തിന് വേണ്ടിയാണ്. അപ്പോൾ ആ കഴിഞ്ഞ നാളുകളിലെ അവൻ്റെ ജീവിതത്തിൽ വായടയ്ക്കപ്പെട്ടത്, അവന് സംസാരിക്കാൻ പറ്റാത്തത്, അവനുള്ള ശാപത്തിൻ്റെ അല്ലെങ്കിൽ അവനുള്ള ഏറ്റവും വലിയ തിരസ്കരണത്തിൻ്റെ, അവനെ ദൈവം ഉപേക്ഷിച്ചു അവഗണിച്ചു എന്നതല്ല വെളിപ്പെടുത്തുന്നത്.
മറിച്ച് അതിൻ്റെ പിന്നിലും ഒരു വലിയ ദൈവിക പദ്ധതി ഉണ്ട് എന്ന് എല്ലാവരെയും വ്യക്തമായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവ് അവൻ്റെ വായടച്ചത്. അവൻ ദൈവത്തെക്കുറിച്ച് പ്രഘോഷിക്കാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഓർക്കേണ്ടത് ഈ കഷ്ടതകൾക്കപ്പുറം ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. രണ്ടാമതായിട്ട്, കഷ്ടതകളിൽ കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കും. കഷ്ടതകളിൽ കൂടെ നിൽക്കുന്ന ദൈവമാണ് നിന്റെ കർത്താവ് എന്ന് പഠിപ്പിക്കും. അതാണ് ഈ ദാനിയേലിന്റെ പുസ്തകത്തിൽ 3 ബാലന്മാർ തീച്ചൂളയിൽ ആരാധിക്കുമ്പോൾ ആ തീച്ചൂളകളുടെ മധ്യേ ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ ദൂതനെ, ആ തീച്ചൂളകളിൽ അവരോടൊപ്പം പ്രാർത്ഥിക്കുന്ന ദൈവം, തീച്ചൂളകളിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നവൻ. അതുകൊണ്ടാണ് രാജാവ് പറയുന്നുണ്ട്, നമ്മൾ 3 പേരെയല്ലേ എറിഞ്ഞത്, 4മതൊരുക്കി നിൽക്കുന്നു, അവൻ്റെ മുഖം ദൈവദൂതനെ പോലെ ഇരിക്കുന്നു. അപ്പോൾ ആ തീച്ചൂളയിൽ, സഹനത്തീയിൽ അവരുടെ കൂടെ നടക്കുന്ന ഒരു ദൈവം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത് നമ്മളെ പഠിപ്പിക്കുന്നത് സഹനത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. തിരസ്കരണത്തിൽ അല്ലെങ്കിൽ ഒറ്റപ്പെടലിൽ നമ്മളെ ഒറ്റപ്പെടുത്താത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ജീവിതത്തിൻ്റെ ആകുലതകളും അസ്വസ്ഥതകളിലും നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. മൂന്നാമതായിട്ട് പറയുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുവാനായിട്ട് ജീവിതത്തിലെ കഷ്ടതകൾ ദൈവം അനുവദിക്കുന്നതിലൂടെ പഠിപ്പിക്കുകയാണ്. സ്വന്തം ബുദ്ധിയിലും ശക്തിയിലുമല്ല, ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് മനുഷ്യജീവിതത്തിൻ്റെ കഷ്ടതകൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതാണ് ദാനിയേൽ പറയുന്നുണ്ട്. ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് സിംഹക്കുഴിയിലേക്ക് ഹബക്കൂക്ക് പൊടിച്ച അപ്പവും കറിയുമായിട്ട് വരുമ്പോൾ ദാനിയേൽ പറയുന്നൊരു വചനം, ദൈവമേ അങ്ങനെ ഓർമ്മിച്ചല്ലോ. അപ്പോൾ ഈ കഷ്ടതകൾക്കപ്പുറം നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് പഠിപ്പിക്കുകയാണ് ഈ കഷ്ടതകൾ നൽകിക്കൊണ്ട് തന്നെ. നിന്നെ കർത്താവ് പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ജീവിതത്തിൻ്റെ കഷ്ടതകളിൽ നിന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവം, നിന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവം, നിന്റെ തീച്ചൂളയിൽ നിന്നെ മനസ്സിലാക്കി നിന്നെ സഹായിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. നാലാമതായിട്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ പീഡാനുഭവത്തിൽ നിന്നെ കർത്താവ് ചേർത്ത് നിൽക്കും, കഷ്ടതകൾ നൽകിയത് വഴിയായിട്ട്. ഈശോയുടെ പീഡാസഹനങ്ങളോട് നിന്നെ കർത്താവ് ചേർത്ത് നിർത്തും. 1 പത്രോസ് 2:19, അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹത്തിൻ്റെ കാരണമായിട്ട് തീരും. ചില സഹനങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനുഷ്യൻ്റെ അനുഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ഈ കഷ്ടതകൾക്കപ്പുറം ഒരു ദൈവിക പദ്ധതി ഉണ്ടെന്ന് ദൈവം മനുഷ്യരെ പഠിപ്പിക്കും. രണ്ടാമത്, കഷ്ടതകളിൽ കൂടെ നിൽക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട് എന്ന് നിന്നെ തിരിച്ചറിയാനായിട്ട് ഇടവരുത്തും. മൂന്നാമതായിട്ട്, സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ശരണം പ്രാപിക്കാൻ ഈ സഹനങ്ങൾ നമ്മളെ കഷ്ടതകൾ നമ്മളെ പഠിപ്പിക്കും. നാലാമതായിട്ട്, ഈശോയുടെ പീഡാനുഭവത്തിൽ പങ്കുചേർന്ന് ജീവിക്കുവാനായിട്ട് ഈ സഹനങ്ങൾ അല്ലെങ്കിൽ കഷ്ടതകൾ നമ്മളെ കർത്താവ് നൽകി അനുഗ്രഹിക്കും. അപ്പോൾ ബൈബിളിലെ അനേകം കഷ്ടതകളിൽ സഹനങ്ങളൊക്കെ ഉണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സഹിച്ചു എന്ന് പറയപ്പെടുന്ന അനേകം കഥാപാത്രങ്ങളുണ്ട്. അങ്ങനെ ആ സഹിച്ചു എന്ന് കാണിക്കുന്ന ആ കഥാപാത്രങ്ങളുടെ കൂടത്ത് നിൽക്കുന്ന ദൈവത്തെ ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ നീ സഹിക്കുമ്പോൾ നിന്റെ കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നിന്നെ വ്യക്തമായിട്ട് വചനം പഠിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹനങ്ങളിലും വേദനകളിലും ഒക്കെ ദൈവത്തെ മുറുകെ പിടിക്കുന്നവരായിരിക്കുക. സഹനങ്ങളിൽ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹമുണ്ട്. എല്ലാ സഹനങ്ങൾക്കും അപ്പുറം ദൈവത്തിൻ്റെ കരം കാണാനായിട്ട് കഴിയും. എല്ലാ സഹനങ്ങളിലും പ്രത്യാശയോടുകൂടി മനുഷ്യൻ കാത്തിരിക്കേണ്ടത് ദൈവം നിനക്ക് വേണ്ടി ഏറ്റവും നല്ലത് ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൽ ഒരു തരത്തിൽ രോഗമായിരിക്കാം, അല്ലെങ്കിൽ തിരസ്കരണങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവഗണനകളായിരിക്കാം, അസ്വസ്ഥതകളായിരിക്കാം, തകർച്ചകളായിരിക്കാം. ഇങ്ങനെ കഷ്ടതകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ജോബിനെ കുറിച്ച് പറയുന്നത്, ജോബിൻ്റെ കഷ്ടതകൾ ഒന്ന് പറയുമ്പോൾ അടുത്തത് തന്നെ വന്നിരിക്കും, ഒന്ന് തീരുമ്പോൾ അടുത്തത് വരും. ഒരു മനുഷ്യൻ വന്ന് നിൻ്റെ ആടുമാടുകളെയും ഒട്ടകങ്ങളെയും പിടിച്ചുകൊണ്ട് പോയി എന്ന് പറയുമ്പോൾ തന്നെ അടുത്ത ആൾ പറയുകയാണ് കഷ്ടതകൾ, നിൻ്റെ മക്കളെ എല്ലാം കിടത്തണ്ടേ, ഇതെല്ലാം കൂടെ വീണ്ടും മരിച്ചുപോയി. ഒരു കഷ്ടതകൾ തീരുമ്പോൾ അടുത്തത് വന്നുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ സഹനങ്ങളെയൊക്കെ ദൈവകരങ്ങളിൽ സ്വീകരിക്കാം. കഷ്ടതകളിൽ കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നമുക്ക് ഉറച്ച ബോധ്യത്തോടുകൂടി വിശ്വസിക്കാം.
സങ്കീർത്തനം 107:14. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് പ്രാർത്ഥിച്ചു, അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. നമ്മളെ ഞെരുക്കങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന, നമുക്ക് വിടുതൽ നൽകുന്ന ആ ദൈവത്തിൻ്റെ കരുണയിൽ നമുക്ക് ആശ്രയിക്കാം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ വേദനയിലൂടെ കടന്നു പോകുന്നവരുണ്ടായിരിക്കാം, വലിയ തിരസ്കരണങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടായിരിക്കാം. ഒരുപക്ഷെ ഒത്തിരി തിക്താനുഭവങ്ങൾ മക്കളിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നും മാതാപിതാക്കന്മാരിൽ നിന്നും ഒക്കെ കിട്ടി വിഷമിക്കുന്നവർ ഈ വചനം കേട്ടുകൊണ്ടിരിക്കാം. നിൻ്റെ കൂടെ ദൈവമുണ്ട്, നീ തിരിച്ചറിയുക. അങ്ങനെ ആ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ആ സഹനങ്ങളിലൊക്കെ കൂടെ നിൽക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്താം. വേദനകളിലൊക്കെ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തെ നമുക്ക് കൂടെ നിൽക്കാം. ആ ദൈവത്തോട് ചേർന്നിരിക്കാം. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ട സഹോദരൻ, ഒരു കാര്യം കർത്താവ് ഉറപ്പാണ്, നിന്നെ കർത്താവ് ചേർത്ത് നിർത്തുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയൊരു സാന്നിധ്യം തന്നെ നിറയും. നമുക്ക് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് കർത്താവിൻ്റെ സാന്നിധ്യം തന്നെ തിരിച്ചറിഞ്ഞ്, നിൻ്റെ കഷ്ടതകളിൽ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ്, നിൻ്റെ കഷ്ടതകളിൽ നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ്, നിൻ്റെ രോഗാവസ്ഥയിൽ തന്നെ നിന്നോട് കരുണ കാണിക്കുന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞ് ഒന്ന് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. വളരെ ശക്തിയോടെ, അഭിഷേകത്തോടെ, ഉണർവിൻ്റെ ശക്തി ഈ സമയം തന്നെ നിൻ്റെ ഉള്ളിലേക്ക് ഒരു ആത്മീയ അഭിഷേകം തന്നെ നിറയട്ടെ. സ്തുതിക്കുമ്പോൾ തന്നെ നിൻ്റെ ബന്ധനങ്ങൾ അഴിയട്ടെ, നിൻ്റെ ഭാരങ്ങൾ മാറട്ടെ, നിൻ്റെ സങ്കടങ്ങൾ കർത്താവ് എടുത്തു മാറ്റട്ടെ, ദൈവത്തിൻ്റെ കരുണ ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ ആരാധന. സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും.